സ്നേഹമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജോമോൻ ചേട്ടനോട് കൂടിയുള്ള ഇപ്പോൾ തൽക്കാലത്തേക്ക് അവസാനത്തെ വീഡിയോ ആണിത്. അപ്പോൾ ജോമോൻ ചേട്ടൻ തിരിച്ചു പോവുകയാണ്. ഇതേ ബാഗ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഒരു ഭാഗമുള്ളൂ കേട്ടോ. 4 മാസമായിട്ട് അല്ലേ, ഒരു ഭാഗം 2 ഡ്രസ്സുള്ളൂ. ആ ഡ്രസ്സുമായിട്ടായിരുന്നു 4 മാസമായിട്ട് അരുണാചൽ പ്രദേശിൽ. അപ്പോൾ ഇനി ആള് എങ്ങോട്ടാ പോകുന്നത്? കൽക്കത്തയ്ക്ക് പോവാണ്. കൽക്കത്തയിൽ നിന്ന് ഒറീസ അല്ലേ? കൽക്കട്ടയിൽ നിന്ന് വാരണാസിക്ക് പോകും. വാരണാസി UP, അവിടെ നിന്ന് ഒറീസ, അവിടെ നിന്ന് വാറങ്കൽ പോയിട്ട് ഒറീസ. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിൻ്റെ മിഷണറി യാത്ര തുടരുകയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞായിരുന്നു, നമ്മൾ ഒത്തിരി സഹായിച്ചു, ഇനിയും സഹായിക്കും. ഇനിയും പോകുന്ന വഴിക്ക് കുറച്ച് റിപ്പയറിങ് പണികളൊക്കെ ഉണ്ട്, അത് സഹായിക്കാതെ പറഞ്ഞാൽ ഞങ്ങൾ വണ്ടി ഒരുമിച്ച് വരുന്നത്. അപ്പോൾ ജോമൻ ചേട്ടനെ നമ്മൾ കൊണ്ടുപോയി വിടുവാണ്. ഇന്ന് വൈകുന്നേരമാണ് ചേട്ടൻ്റെ ട്രെയിൻ. അപ്പോൾ കൊണ്ടുപോയി വിടാൻ വേണ്ടി പോവുകയാണ്. അപ്പം നമുക്ക് പതുക്കെ യാത്ര, വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ യാത്ര തുടരുകയാണ്. പോയിട്ട് നാട്ടിൽ തിരിച്ചു വരും, ഇവിടെ തിരിച്ചു വരും എപ്പോഴെങ്കിലും. അതെ, തിരിച്ചു വരും. വരണല്ലോ, ഇവിടെ വരണല്ലോ, വരാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ വരണമെന്ന് ഓർത്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. കർത്താവ് അനുവദിക്കുമ്പോൾ അനുവദിക്കുന്ന സമയത്ത് ഇവിടെ തിരിച്ചു വരും. അപ്പോൾ അങ്ങനെ നമ്മൾ ഇനി നമുക്ക് ഇതാണ് നമ്മുടെ വില്ലേജ് വഴി. ജോമോചേട്ടൻ്റെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ എടുക്കാം. ഇതാണ് നമ്മുടെ വില്ലേജിൽ നിന്നുള്ള പുറത്തേക്ക് വണ്ടി കഴിച്ചു വിടാനുള്ള സ്ഥലത്തേക്ക് പോകാനുള്ള വഴിയാണ്. അപ്പോൾ നമ്മുടെ കൂടെ വീഡിയോ എടുക്കുന്നത് നമ്മുടെ ജിനിച്ചേട്ടനാണ്. ആള് വീടിൻ്റെ പുറത്താണ്. ജിനിച്ചേട്ടൻ ഒത്തിരി നന്ദി. ജിനിച്ചേട്ടൻ നിങ്ങൾ വീഡിയോയിൽ കാണും. ഇനി വേണമെങ്കിൽ കുറച്ച് നേരം ഞാൻ ഡ്രൈവിങ്ങിൽ ശ്രദ്ധിക്കുന്നതുകൊണ്ട് സംസാരിക്കുന്നില്ല. ജോമോൻ ചേട്ടനോട് കുറച്ച് ചോദ്യം, ഒരു 2-3 കാര്യങ്ങൾ ചോദിക്കുക. ജോമോൻ ചേട്ടാ, ഇവിടത്തെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ്. ഇപ്പൊ ഒരു 2-3 ദിവസമായല്ലോ, 3 ദിവസത്തെ അനുഭവങ്ങൾ, ചെറിയ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാമോ? ചെറിയ അനുഭവങ്ങള് ഇവിടെ സന്തോഷമാണ്. സന്തോഷം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് ആൾക്കാര് അടുത്ത് വന്ന്, അവരോട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. അവരുടെ ആംഗ്യങ്ങൾ കാണിക്കുമ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കൂടുതൽ സമയം പ്രാർത്ഥിക്കാൻ പറ്റി. പ്രാർത്ഥന പള്ളിയിൽ തന്നെ ഇരുന്നുകൊണ്ട് പ്രാർത്ഥിക്കാനുള്ളൊരു അവസരമാണ്. പിന്നെ ഈ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്. അത് യാത്ര തന്നെയാണ്. അവര് വരാനുള്ളതായിരിക്കും. അവരിപ്പോ അടുത്ത് മാർക്കറ്റിൽ വന്നാ ചോദിച്ചില്ലല്ലോ. മാർക്കറ്റ് ഇവിടെ. അപ്പൊ അങ്ങനെ യാത്ര ചെയ്യുകയാണോ? യാത്ര കഴിഞ്ഞിപ്പോ ഇവിടുന്ന് നേരെ ചെറുകണ്ടിങ്ങിന് പോവുക. ചെറുകണ്ടിയിൽ നിന്ന് ലങ്ക പോവുക. ലങ്കയിൽ നിന്ന് ട്രെയിൻ. ഇവിടുന്ന് ഏകദേശം ഒരു 2-3 മണിക്കൂർ യാത്രയുണ്ട്. 3 മണിക്കൂർ യാത്രയുണ്ട് റെയിൽവേ സ്റ്റേഷനിലേക്ക്. അവിടുന്ന് ഇന്ന് രാത്രി ഗുവാഹട്ടിക്ക് ട്രെയിൻ കയറും. അവിടുന്ന് നാളെ രാവിലെ വെളുപ്പിനാണ് അവിടുന്ന് കൽക്കട്ടയ്ക്ക് ട്രെയിൻ. എന്തായാലും കർത്താവ് അനുവദിക്കുമ്പോൾ, കർത്താവ് അനുവദിക്കുന്ന സമയത്ത് ഈ സ്ഥലത്തേക്ക് ഞാൻ തിരിച്ചു വരും. കഴിഞ്ഞില്ല 2 ദിവസത്തിലുണ്ട്. സാധാരണ നമ്മൾ മിഷണറിമാരെന്ന് പറഞ്ഞാൽ അച്ഛന്മാര്, സിസ്റ്റേഴ്സ്, ആ വഴിയൊക്കെ ഒന്ന് കാണിച്ചു തരുവാണെങ്കിൽ നമ്മുടെ യാത്ര ചെയ്ത വഴി ജസ്റ്റ് ഇത് കാണാം, ഒരു വ്യത്യസ്തമായി. അപ്പോൾ സാധാരണ മിഷണറിമാരെന്ന് പറഞ്ഞാൽ അച്ഛന്മാര്, സിസ്റ്റേഴ്സ് എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത് അല്ലേ? സാധാരണ. അപ്പൊ ഈ അൽമായർക്ക് ഈ മിഷണറി പ്രവർത്തനത്തിൽ എങ്ങനെ സഹായിക്കാൻ പറ്റും? അത് ചിലർ സംശയമായിരിക്കും, എങ്ങനെ സഹായിക്കാൻ പറ്റും അതൊന്ന് പറയാം. ചിലപ്പോൾ നാട്ടിലിരുന്ന് തന്നെ സഹായിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന്. തീർച്ചയായിട്ടും അത് ഇപ്പൊ വൈദികരെക്കാളും സിസ്റ്റേഴ്സിനേക്കാളും കൂടുതൽ അൽമായർക്ക് ചെയ്യാൻ സാധിക്കും. കാരണം വൈദികർക്ക് അവരുടെ കോൺഗ്രിഗേഷൻ, സിസ്റ്റേഴ്സിന് അവർക്ക് കോൺഗ്രിഗേഷൻ വെച്ച ഒരു പരിധികളുണ്ട്. പക്ഷെ അൽമായർക്ക് ഇങ്ങനെ ഒരു പരിധികൾ ഇല്ലാത്തത് കാരണം തന്നെ അപ്പോൾ മിഷനിലേക്ക് ഇറങ്ങി ചെല്ലുവാൻ കൂടുതൽ സാഹചര്യങ്ങളുണ്ട്. നമ്മൾ ഇപ്പൊ കടന്നു ചെല്ലാൻ സാഹചര്യം ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും അവർക്ക് വീട്ടിലിരുന്നു കൊണ്ട് തന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. പിന്നെ സാമ്പത്തികമായിട്ട് അവർക്ക് സഹായിക്കാനും പറ്റും. ഓരോ മിഷൻ ഗ്രാമങ്ങൾ നമ്മൾ എടുത്തിട്ട് ദത്തെടുത്തിട്ട് ആ മിഷൻ ഗ്രാമങ്ങൾക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു സഹായമായിട്ട് കൊടുക്കുക. പിന്നെ അവിടെ ഇപ്പൊ ഒരുപാട് വിദ്യാഭ്യാസം ഇല്ലാത്ത ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ബൈബിളൊക്കെ വിതരണം ചെയ്യാനോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും വിതരണം ചെയ്യാൻ, ബൈബിള് അവർക്ക് വായിക്കാൻ ആയിട്ട് ഒരുപാട് സഹായമാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാൻ സാധിക്കും നമുക്ക്. ഈ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർ വിചാരിക്കും യാത്രയാണ്. അപ്പൊ പലരും വിചാരിക്കും ഇങ്ങനെ ഒത്തിരി യാത്ര ചെയ്യും, അപ്പൊ സന്തോഷമാണ് എന്നാണ് പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ചേട്ടൻ പറഞ്ഞു 28 സംസ്ഥാനം യാത്ര ചെയ്യുന്ന സന്തോഷം വലിയ കാര്യം. എന്നുവെച്ചാൽ അത് വലിയ എന്ന് വെച്ചാൽ അത്
ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് ആൾ വിചാരിക്കുന്നത്. പക്ഷെ നമുക്ക് അറിയത്തുള്ളൂ അതിന്റെ കഷ്ടപ്പാട് ചേട്ടനെ അറിയത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ മിഷൻ യാത്രകളിൽ അനുഭവിച്ച കഷ്ടപ്പാട് ഒരു പറയണ്ട എനിക്കറിയാം, എന്നാലും ഏറ്റവും കൂടുതൽ സഹനത്തിൽ കടന്നുപോയ ഒരു സമയം പറയാമോ? പറയാം. മിഷൻ യാത്ര എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, സന്തോഷമുള്ള കാര്യമല്ല, സുഖകരമല്ല. കാരണം നമുക്ക് പല തിക്താനുഭവങ്ങളുണ്ടാവും. പല ആളുകൾ, പല വേഷക്കാർ, പല ഭാഷക്കാർ, പല ജീവിത രീതികൾ, നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളൊന്നും പലപ്പോഴും ഞാൻ നാട്ടിലായിരിക്കുമ്പോൾ തന്നെ പല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ചിലപ്പോൾ അവർ തരുന്ന ഭക്ഷണം മാത്രമേ കഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം എനിക്ക് വേറെ ഒന്നും കിട്ടാൻ സാധ്യതകളുമില്ല. കാരണം ഒരുപാട് ദൂരെ പോകണം. 3 മണിക്കൂർ 4 മണിക്കൂർ യാത്ര ചെയ്താലാണ് ഒരു ടൗൺ കാണാൻ പറ്റുകയുള്ളൂ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ കറണ്ട് ഇല്ല, അതുപോലെ നെറ്റ്വർക്ക് കിട്ടത്തില്ല. സാധാരണ ഒരു മനുഷ്യന് ഈ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് ഒരു മനുഷ്യന് അസാധ്യമാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഉപേക്ഷിക്കേണ്ടതായിട്ട് വരും. പക്ഷേ ഇത് ക്രിസ്തുവിനോട് കൂടിയാണ് എന്നറിയുമ്പോൾ തന്നെ, ക്രിസ്തുവിന് പ്രീതികരമാണ് എന്നറിയുമ്പോൾ അത് ആണ് മനുഷ്യന് ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ നടന്ന് യാത്ര ചെയ്യേണ്ടതായിട്ട് വരും, മലകൾ കയറി ഇറങ്ങി ഒരുപാട് നടക്കേണ്ടതായിട്ട് വരും. സാധാരണ നമ്മുടെ കേരളത്തിൽ ഇരിക്കുന്ന, നമ്മുടെ നാട്ടിലിരിക്കുമ്പോൾ, നമ്മൾ സുഖസൗകര്യങ്ങളിലിരിക്കുമ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യം കടന്നു വരാൻ പലർക്കും സാധിക്കാത്തതിൻ്റെ ഒരു കാരണം നമ്മൾ താഴത്തേക്ക് ഇറങ്ങി വരാൻ പറ്റില്ലാത്തതാണ്. ഞാൻ കാണുമ്പോൾ എന്നെക്കാളും ഉയർന്ന തലത്തിലുള്ള ആളുകളെ നോക്കുമ്പോൾ എനിക്ക് താഴത്തേക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. നേരെ മറിച്ച് ഞാൻ ഏറ്റവും താഴത്തേക്ക് ഇറങ്ങി വരുമ്പോൾ മറ്റുള്ളവരെ മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കുന്നു. ഈ യാത്രകളെല്ലാം സത്യം പറഞ്ഞാൽ അങ്ങനെ യാത്രകൾ കൂടുതൽ വിശദീകരിക്കുന്നത് എന്നെ തന്നെയാണ്. കാരണം കേരളത്തിലായിരിക്കുമ്പോൾ എന്താ പറയണേ, നമ്മൾ സുഖസൗകര്യങ്ങളിലേക്ക് നോക്കുന്നു. നേരെ മറിച്ച് ഇവിടെ വരുമ്പോൾ ഇവരെ ഒന്നുമില്ലായ്മയിലേക്ക് നോക്കുന്നു. ഒന്നുമില്ലായ്മയിലേക്ക് നോക്കുമ്പോൾ ഞാൻ നാട്ടിലെ രാജാവായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ എളിമപ്പെടുവാനും വിശുദ്ധിയിൽ ജീവിക്കാനും കുറേ കൂടി സാഹചര്യം ലഭിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കുറേ കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. ഇനി നിങ്ങൾക്ക് ഇത് ഇപ്പോൾ ഒരു മിഷണറിയെ കാണുമ്പോൾ നമുക്ക് ഒത്തിരി സംശയങ്ങളുണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇനി മിഷൻ സൺഡേ ഒക്കെയാണ് വരുന്നത്, മിഷൻ സൺഡേ ആണ് വരുന്നത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ മിഷണറിമാരെ നിങ്ങൾ ഇടവകയിൽ വരും, സംസാരിക്കും. അപ്പോൾ അവരോടൊക്കെ നിങ്ങൾ സംസാരിക്കണം, അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ കേൾക്കണം. അവിടെ ഈ മിഷനെ ഇന്ന മിഷൻ എന്നല്ല, നമുക്ക് കർത്താവിൻ്റെ ദൗത്യം ലോകാവസാനം വരെ നമ്മൾ തുടരണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ കൂടുതലായിട്ട് പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണം. അതിനുവേണ്ടി നിങ്ങൾ പ്രോത്സാഹനം കൊടുക്കണം. അല്ലേ, ഇങ്ങനെ ജോമോചേട്ടനെ പോലുള്ളവരൊക്കെ നാട്ടിൽ താമസിക്കുന്നവർക്ക് അറിയണമെന്നില്ല, ഇവര് എടുക്കുന്ന കഷ്ടപ്പാടുകളും വേദനകളും നാട്ടിലുള്ളവർക്ക് അറിയണമെന്നില്ല. അപ്പൊ അല്ലേ, അതെ, ഇവിടെ വന്നാലേ അത് അനുഭവിച്ചറിയാൻ പറ്റുള്ളൂ. ഇവിടെ വന്ന് അനുഭവിച്ച് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ സ്നേഹമുള്ളവർ, ഇത് കേൾക്കുന്നവര്, നിങ്ങൾക്കൊക്കെ അത്യാവശ്യം ചിലപ്പോൾ സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, ഒരു യാത്ര നടത്തുന്ന സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ, നിങ്ങൾ ഒരിക്കലെങ്കിലും ഒരു മിഷൻ ഗ്രാമയിൽ സന്ദർശിക്കണം. അവർക്ക് പ്രാർത്ഥിക്കണം, അവരെ സഹായിക്കണം. അതൊരു നിയോഗമായിട്ട് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ്, അല്ലേ? അതെ, ഒരു മിഷൻ ഗ്രാമങ്ങൾ ഒരു മിഷനിലെങ്കിലും ഒരു വർഷത്തിലൊന്ന് പോവുകയും അവിടെ സന്ദർശിക്കുകയാണെങ്കിൽ നമ്മുടെ തന്നെ ജീവിതം മാറി മറിയുവാൻ അത് സാഹചര്യം ഉണ്ടാക്കും. അങ്ങനെ അപ്പോൾ ഇനി വഴി നമുക്കറിയാതെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് വീഡിയോ നിർത്തുകയാണ്. അതിന് അടുത്ത സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് നിർത്താം. കുറേ അനുഭവങ്ങൾ ജോമോചേട്ടൻ പറഞ്ഞു. അപ്പോൾ അതൊക്കെ നമുക്ക് ദൈവാനുഗ്രഹം ആകട്ടെ. നല്ല ഇളക്കം ഉണ്ടല്ലോ അല്ലേ വീഡിയോയ്ക്ക്? സ്റ്റെബിലൈസർ ഒന്നും ഇല്ല കേട്ടോ, സ്റ്റെബിലൈസർ നല്ലപോലെ ഇളക്കം. ഈ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടൊക്കെ വിട്ടിച്ച് കാണേണ്ടി വരും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ആ ചെറിയൊരു സഹനമായിട്ട് കരുതിയാൽ മതി ഈ വീഡിയോ കാണുന്നത്. ഓക്കെ. ബ്ലെസ് യു. അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളോട് കാണാം. കാര്യം ഈ അരുണാചൽ ചേട്ടനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ബിജുവച്ചനാണല്ലോ. ബിജുവച്ചൻ ഇത് കാണുന്നുണ്ടെങ്കിൽ ഒരു നന്ദി. നമ്മുടെ ജോമോചേട്ടനെ പോലുള്ളവരൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിനും കൂടെ നിർത്തുന്നതിനും അല്ലേ, വളരെ കാര്യമാണ്. ബിജുവച്ചൻ നല്ല കമ്പനിയാ അച്ഛൻ എപ്പോഴും. ഇപ്പൊ തന്നെ നാട്ടിലേക്ക് വിടാൻ താല്പര്യമൊന്നുമില്ല അച്ഛന്. പിന്നെ പോയിട്ട് വരട്ടെ, 3-4 മാസം കഴിഞ്ഞല്ലോ, അത് കാരണമാണ് ഇപ്പൊ ശരിക്കും വിട്ടത്. പോയിട്ട് നാട്ടിൽ കുറച്ച് പണിയുണ്ട്, എന്നാ പോയിട്ട് തീർത്ത് ഇങ്ങോട്ട് ഉടനെ വരണമെന്നും പറഞ്ഞോണ്ടോ വിട്ടേക്കണേ. പണിയാണ്.
ഇവിടെ പോകുന്നത് നല്ല പണിയാ വഴി ഇവിടെ പോകുന്നത്. ഇത് ബെറ്റർ ആണ്, കാരണം മഴ വന്നു കഴിഞ്ഞാൽ മിഷൻ അത്ര എളുപ്പമുള്ള പരിപാടിയല്ല, നല്ലതാണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ സാഹചര്യത്തിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് ഒരു എന്താ പറയുക, ദൈവത്തിന്റെ കൃപയ്ക്കായിട്ട് ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ അത് ഒരുപാട് അനുഗ്രഹങ്ങൾക്ക് പാത്രമാണ്. അല്ല, എനിക്ക് തോന്നുന്നത്, എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം നിങ്ങളെയൊക്കെ ഇത്തരം അൽമായരായ മിഷണറിമാരെ ഇങ്ങനെ ഇങ്ങോട്ട് വരാൻ വേറൊരു കാരണം, ഇത് സ്ഥലം കണ്ടിട്ടല്ല നിങ്ങൾ വരുന്നത്, അല്ല ഈ വേറൊന്നും കണ്ടില്ല, സ്ഥലങ്ങൾ കാണാനാണോ അതിനൊന്നും അല്ല, പണ്ടെടുത്ത് അങ്ങനൊന്നും അല്ല നിങ്ങൾ വരുന്നത്. ഇതിലെല്ലാം കിടക്കുന്ന ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരേ ഒരു ആഗ്രഹം എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത് ഈശോയുള്ള സ്നേഹമാണ്. അതെ, തീർച്ചയായിട്ടും ഈശോയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഫസ്റ്റ് ഈ ഞങ്ങള് മിഷനോട് വിളിക്കുകയല്ല വരുന്നത്, നിങ്ങൾ വിളിക്കുന്നില്ല, നിങ്ങൾക്ക് ഈശോയുള്ള സ്നേഹം അത് നിറഞ്ഞു കവിഞ്ഞ് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യണമെന്ന് താല്പര്യമുള്ളപ്പോൾ മാത്രം മിഷനിലോട്ട് വന്നാൽ മതി. അതെ, അല്ല അത് മാത്രം, അല്ലാണ്ട് ടൂർ പോകാനായിട്ടുള്ള വരവ് വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അത് മറ്റുള്ളവർക്കും നിങ്ങൾക്ക് തന്നെയും ബുദ്ധിമുട്ടുണ്ടാകും. ഈശോയുള്ള സ്നേഹം മറ്റുള്ളവർക്ക് ഈശോ കൊടുക്കണം, മറ്റുള്ളവരെ സ്നേഹിക്കണം എന്നൊരു താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം മിഷനിൽ വരിക, അല്ലെങ്കിൽ മിഷനെ കുറിച്ച് ചിന്തിക്കാതിരിക്കുക. അല്ല, കഷ്ടപ്പെടാൻ തയ്യാറാവണം, കഷ്ടപ്പാട് സഹിക്കാൻ തയ്യാറാവണം, ക്രിസ്തുവിന് വേണ്ടി സഹിക്കാൻ തയ്യാറാവണം. വള്ളത്തെ പോകുന്നത് പോലെയാ വണ്ടി പോകുന്നത്, ഒഴുകി. അപ്പൊ ഈ വചനപ്രഘോഷകരോടും നമുക്കൊരു ഒരു അപേക്ഷയുണ്ട്, സാധിക്കുമെങ്കിൽ ഹിന്ദി ഒക്കെ നന്നായിട്ട് പഠിച്ചതല്ലേ, കേരളത്തിൽ ഇഷ്ടംപോലെ ശുശ്രൂഷകരുണ്ടല്ലോ. അപ്പൊ നിങ്ങൾ അത്യാവശ്യം ഹിന്ദിയൊക്കെ പഠിക്കുവാണെങ്കിൽ, അതുപോലെ യുവജനങ്ങളൊക്കെ അത്യാവശ്യം ഹിന്ദി പഠിക്കുവാണെങ്കിൽ വചനം ശുശ്രൂഷ നടത്താനായിട്ട് ദൈവം നിങ്ങൾക്കൊരു ക്യാരിസം നൽകിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഈ നോർത്ത് ഈ പ്രദേശങ്ങൾക്കൊക്കെ ഉപയോഗപ്പെടുത്താം. പലപ്പോഴും നമ്മളെ ദൈവം വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിക്കുന്നുണ്ട്, പക്ഷെ ആ സ്വരം കേൾക്കുന്നവർ വളരെ കുറവാണ്. അതാണ് പ്രശ്നം. കാരണം നമ്മുടെ ഈ ലോകത്തിലുള്ള മോഹത്തിലേക്ക് നമുക്ക് ഒരുപാട് ആഗ്രഹം ഉണ്ടാവും. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ പറയാൻ, ഞാൻ സിനിമ അഭിനയിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, 1-2 സീരിയലിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹത്തോടു കൂടി നടക്കുമ്പോൾ എനിക്ക് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ പറ്റത്തില്ല. അതങ്ങ് മാറ്റി വെക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരം കേൾക്കാം, അപ്പോൾ മാത്രമാണ് എനിക്ക് മിഷനിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. ദൈവത്തിന്റെ വിളി കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങ് കിളി കേട്ട് കഴിഞ്ഞാൽ ദൈവം പിന്നെ നമ്മളെ കൊണ്ടാടുന്നുള്ളൂ. അങ്ങനെ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ യാത്രയൊക്കെ നമ്മൾ ജെർക്കണ്ടിങ് എന്ന് പറയുന്നത് ഇവിടെയാണ് ചേട്ടൻ ബസ് ഇറങ്ങി നടന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ നടന്നു പോകുന്നത്. ഇവിടെ ഒരു ദേവാലയമുണ്ട്, ഡോൺ ബോസ്കോയുടെ സ്കൂളുണ്ട്. അപ്പോൾ അതിന് ദേവാലയത്തിന് ചുറ്റും അവിടെ നിന്നാണ് നമ്മൾ ഒരു കുട്ടികളുടെ ഹോസ്റ്റലുണ്ട്. അപ്പോൾ ഇവിടെയുള്ള കുഞ്ഞുങ്ങൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന, അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ഒരു സ്ഥാപനവും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇതിന് ഫ്രണ്ട് വെച്ചാണ് ഞങ്ങൾ അവസാനിപ്പിക്കുന്നത്. അപ്പം ജോമൻ ചേട്ടാ, അവസാനമായിട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? അപ്പോൾ കുറച്ച് കാര്യം സംസാരിച്ചു. അവസാനമായിട്ട് മിഷണറിമാരാകാൻ താല്പര്യമുള്ളവരോട് എന്തെങ്കിലും പ്രോത്സാഹനക്കുറവോ എന്തെങ്കിലും പറയാനുണ്ടോ? അവസാനമായിട്ട് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാണ്ട് കൊടുത്തു? എനിക്ക് പറയാനുള്ളത്, നമ്മൾ മിഷനിലേക്ക് ദൈവം എല്ലാവരും വിളിക്കുന്നുണ്ട്, എല്ലാവരും വിളിച്ചിട്ടുണ്ട്. പക്ഷേ ഈ വിളി നമ്മൾ സ്വീകരിക്കണം. ഈ സ്വീകരിച്ച് നമ്മൾ ദൈവത്തിൻ്റെ പാതയിലൂടെ നടക്കുമ്പോൾ മാത്രമാണ് നമുക്ക് നല്ലൊരു മിഷനറി ആയി മാറാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ ഉള്ളിൽ കുറേ സങ്കല്പങ്ങളും എന്താ പറയുക, കുറേ നേട്ടങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ടാവും. ഇവയൊക്കെ അത് വേണ്ടാന്നല്ല, പക്ഷെ അതൊക്കെ നമ്മൾ ദൈവത്തിന് ഇഷ്ടമാണോ എന്ന് നോക്കിയിട്ട് ദൈവത്തിന് ഇഷ്ടം എന്താണോ അതനുസരിച്ച് നമ്മൾ മിഷനിലേക്ക് വരുമ്പോൾ, ഈശോയുടെ കൂടെ തന്നെ ഒരുപാട് ആളുകളുണ്ടായിരുന്നല്ലോ, പലരും ഈശോയുടെ കയ്യിൽ നിന്ന് അനുഗ്രഹം മേടിക്കാൻ വേണ്ടി മാത്രം നടക്കുന്നവരാണ്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഈശോയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നു. ഇന്നത്തെ കാലത്തും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഒരു 80 കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലേക്കൊക്കെ കടന്നു ചെല്ലുന്നവരിൽ ഒരു 90% ആളുകളും മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നവരാണ്. നേരെ മറിച്ച് ഇന്ന് ധ്യാനകേന്ദ്രങ്ങളിലേക്ക് ഓടുന്നവരിൽ 99% ആളുകളും ആഗ്രഹങ്ങൾ സാധിക്കണം, പിള്ളേരുടെ പഠനം നടക്കണം, അതുപോലെ ജോലി കിട്ടണം, വിവാഹം നടക്കണം, സ്ഥലം മേടിക്കണം, ഇങ്ങനെ കുറേ ഒരുപാട് ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്നവരാണ്. പക്ഷെ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുമായിട്ട് നടക്കുന്നവർക്ക് ഒരിക്കലും ഒരു മിഷനറി ആവാൻ പറ്റത്തില്ല. നേരെ മറിച്ച് എല്ലാം കൊടുക്കണം. നമുക്കുള്ളത് ഈശോ പറയുന്നൊരു കാര്യമാണ്, തൻ്റെ കുരിശും എടുത്ത് പിന്നാലെ വരാത്തവരാരും ഈശോയ്ക്ക് യോഗ്യരല്ല. അപ്പോൾ നമുക്കുള്ള കുരിശുകൾ എടുക്കണം. നമ്മൾ സഹനം മാറാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുകയല്ല, ഇന്ന് സഹനം മാറാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ നടക്കുന്നത്. പക്ഷേ ഈ സഹനം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ക്രിസ്തുവിൻ്റെ കൂടെ നടക്കുമ്പോൾ നല്ലൊരു മിഷണറിയായി, നല്ലൊരു സുവിശേഷ പ്രഘോഷകരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഒരു മിഷണറി ചൈതന്യത്തിലേക്കാണ് നമ്മൾ വളരേണ്ടത് എന്നുള്ള കാര്യമാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. സ്നേഹമുള്ളവരെ, അപ്പോൾ ഒത്തിരി നന്ദി. നിങ്ങൾ പ്രാർത്ഥന ഓർക്കുക, ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, എല്ലാ മിഷണറിമാരെയും അനുഗ്രഹിക്കണമേ.
അവർക്ക് ഈശോയിൽ ആശ്രയിച്ച് മുന്നോട്ടുള്ള കൃപാവരം നൽകണമേ. ഈശോയുടെ സ്നേഹം നൽകണമേ. അനേകം മിഷണറിമാരെ കർത്താവെ അങ്ങനെ സൃഷ്ടിക്ക് വേണ്ടി അങ്ങ് രൂപാന്തരപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ. ആമേൻ. താങ്ക് യു.